നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ വളരെ മുൻപേ പോയി. അമ്മയും അടുത്തില്ലായിരുന്നല്ലോ. ഇതെല്ലാം ഈശ്വര നിശ്ചയമേ. അതുകൊണ്ടാ കൃത്യസമയത്തിന് സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നതും ഋഷിയും ഗോപികയും തമ്മിലുള്ള വിവാഹം നടന്നതും. സുലോചന അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത ദുഷ്ടയായി പോയല്ലോ. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാനല്ലേ അവള് ശ്രമിച്ചത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മളായിട്ട് അതൊന്നും പറയാൻ നിൽക്കണ്ട. അവര് ചെയ്ത ചതിയെക്കുറിച്ച് പുറത്തറിഞ്ഞാൽ അത് ബാധിക്കുന്നത് അഞ്ജിതയുടെ ഭാവിയായിരിക്കും. നമ്മൾ അതും ചിന്തിക്കണമേ. നിന്റെ ഗോപികയുടെ വിവാഹം എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നിട്ടും എനിക്ക് ഗോപികയുടെ കല്യാണം കാണാനുള്ള യോഗം ഉണ്ടായില്ലല്ലോ മോളെ. അതോർക്കുമ്പോ എനിക്കും വലിയ സങ്കടമുണ്ടമ്മേ. എന്തായാലും ഗോപിക ആഗ്രഹിച്ച പോലെ തന്നെ അവളുടെ വിവാഹം നടന്നല്ലോ. കല്യാണം കഴിഞ്ഞിട്ടും അവളെ ഋഷിയുടെ വീട്ടുകാർ അംഗീകരിച്ചില്ലല്ലോ. എതിർപ്പോടെയല്ലേ അവര് മണ്ഡപത്തിൽ നിന്ന് പോയത്. ഗോപികയ്ക്ക് ജാതക ദോഷം ഉണ്ടെന്നല്ലേ അവരിപ്പോഴും കരുതുന്നത്. അത് അപകടമല്ലേ. അതോർക്കുമ്പോ എനിക്കൊരു മനസമാധാനവും ഇല്ല. ആ വീട്ടിൽ ഗോപിക ഏത് അവസ്ഥയിലായിരിക്കും കഴിയേണ്ടി വരിക, എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഈശ്വര, വല്ലാത്ത പരീക്ഷണമാണല്ലോ. അമ്മ എന്തായാലും ഒന്ന് ഹോൾഡ്. ഞാൻ ഗോപിയും കൂടി കണക്ട് ചെയ്യും. അവളോടൊന്ന് സംസാരിക്കമ്മേ. ദേ ഗോപിക വന്നിട്ടുണ്ടമ്മേ. മോളെ, നടന്നതല്ല ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ അമ്മയുടെ അനുവാദം വാങ്ങാനോ അനുഗ്രഹാശംസകളെ സ്വീകരിക്കാനോ സാധിച്ചില്ലമ്മേ. സാരല്ല മോളെ, അമ്മ മനസ്സുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ആദ്യമുള്ളൂ. നീ അവിടെ എങ്ങനെ പിടിച്ചു നിന്ന് മോളെ. അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. ഋഷിയില്ല എന്റെ കൂടെ. ഋഷിയുടെ സ്നേഹവും കരുതലും മാത്രം മതി എനിക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ. ഋഷി എനിക്ക് തരുന്നത് വലിയ ധൈര്യം അമ്മ. നമുക്ക് ആ ധൈര്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് സമാധാനമാണ്. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. എന്റെ വിവാഹത്തിന് എന്റെ അമ്മയ്ക്ക് എത്താൻ പറ്റിയില്ലല്ലോ. അച്ഛനോ കൂടെ ഇല്ലല്ലോ. അച്ഛൻ വളരെ മുൻപേ പോയി. അമ്മയും അടുത്തില്ലായിരുന്നല്ലോ. അയ്യോ, അമ്മ എന്താ ഓർക്കുന്നത്? നിങ്ങളുടെ അച്ഛനെ നമുക്ക് നഷ്ടപ്പെടുത്തിയ ആളിനെ കുറിച്ച് ഓർക്കായിരുന്നു. അയാളെ ഞാൻ
എന്നെങ്കിലും കാണും. കട്ടായോ? അമ്മേ അമ്മേ ശ്ശോ, അമ്മ പോയി. ഗോപിക കാണുന്നില്ലല്ലോ. അവളുടെ കോള് കട്ടായിന്ന് തോന്നുന്നു അമ്മേ. എന്നാ പിന്നെ നീയും വെച്ചോ. ഒരു കാര്യം മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോപികയുടെ ഭാവി പ്രശ്നത്തിലാക്കരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ദേവി മഹാമായേ, എല്ലാം ഭഗവതി കാണുന്നുണ്ടല്ലോ. ഗോപികയ്ക്ക് വൈധവ്യ ദോഷമുണ്ടെന്നും ഋഷിക്ക് അകാല മൃത്യു ഉണ്ടാകുമെന്നുവാ ഋഷി ഒഴികെ ആ കുടുംബത്തിലെ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. ആ ധാരണ ഇപ്പൊ മാറ്റിയെടുക്കാനും സാധിക്കാത്ത സ്ഥിതിയാണ്. ദേവി അവിടെ നിന്ന് ഗോപികയെ കാത്തോളണേ. ചെന്ന് കയറിയ കുടുംബത്തില് ഗോപികയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കരുതേ. ഗോപികയ്ക്ക് വേണ്ടി ഞാൻ ഭാഗ്യസൂക്തം നടത്തിക്കൊള്ളാമേ. അയ്യേ, പേടിച്ചേ ഋഷിയുടെ അഞ്ചില് പേടിച്ചേ. ശരിക്കും പേടിച്ചോയോ? ചെറുതായിട്ട്. അയ്യോ പേടിക്കണ്ട കേട്ടോ, ഞാൻ പറ്റിച്ചല്ലേ. വാ 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 വാ, ഒരു സാധനം കാണിച്ചു തരാം. വാ 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 വാ, ഇരിക്കേ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. ശരി ശരി ശരി, ഞാൻ ഇരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.